നമ്മളിപ്പോൾ പറഞ്ഞത് പ്രൊജക്ടറിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നതിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, ഒരു പ്രൊജക്ടറിന്റെ മോഡൽ നമ്പറും സ്ക്രീൻ സൈസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ടറിന്റെ മോഡൽ നമ്പർ അറിയാമെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, ഏത് സ്ക്രീൻ സൈസ് ആണ് വേണ്ടത്, അതിനെപ്പറ്റി ഒരു ചെറിയൊരു ട്രെയിനിങ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടി വി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടി വിയിലേക്ക് എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ മൊബൈലിൻ്റെ സ്ക്രീൻ തന്നെയാണ് അവിടെ കിട്ടുന്നത്. കാണാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ നമ്മളൊരു ഗൂഗിളിൽ പോയതിന് ശേഷം ഗൂഗിളിൽ BenQ പ്രൊജക്ടർ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യണം. BenQ പ്രൊജക്ടർ കാൽക്കുലേറ്റർ projectorcalculator.benq.com എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ആ സ്ക്രീൻ, ഫുൾ സ്ക്രീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു മെഷർമെന്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്ന കാൽക്കുലേറ്റർ. ഈ കാൽക്കുലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിസ്റ്റൻസും കാര്യങ്ങളും കൊടുക്കേണ്ടത് എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇഞ്ചിലാണോ MM-ലാണോ വേണ്ടത്. ഞാനിപ്പോൾ സൗകര്യത്തിന് ഇഞ്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഡെസ്ക്ടോപ്പ് ആണ് എടുക്കേണ്ടത്. ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ആണോ സീലിംഗ് മൗണ്ട് ആണോ, അതായത് ടേബിൾ ടോപ്പ് ആയിട്ടാണോ അല്ലെങ്കിൽ സീലിംഗ് മൗണ്ട് ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സീലിംഗ് മൗണ്ട് സെലക്ട് ചെയ്യുന്നു. നമുക്കറിയാം, അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഇവിടെ സീലിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായി റൂം ഡയമെൻഷൻ. നമുക്ക് ആ പർട്ടിക്കുലർ റൂമിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നമുക്ക് ആ റൂം ഡയമെൻഷൻ അവിടെ കൊടുക്കാം. അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. മോഡൽ നെയിം, മോഡൽ ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. മോഡൽ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് ആണോ, എഡ്യൂക്കേഷൻ ആണോ, ഹോം ആണോ, പോർട്ടബിൾ ആണോ, പ്രൊഫഷണൽ ആണോ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഓൾ ടൈപ്സ് തന്നെ കൊടുക്കുന്നു. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് മോഡൽ നെയിം കാണാം. ഈ മോഡൽ നെയിം പോയി കഴിഞ്ഞാൽ മോഡൽ നെയിമിൽ നിങ്ങളുടെ പർട്ടിക്കുലർ മോഡൽ സെലക്ട് ചെയ്യാം. കുറേ ഓപ്ഷൻസ് നമുക്ക് അവിടെ വരും. അവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മോഡൽ നമ്പർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് BenQന്റെ MS535 എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ മോഡൽ നമ്പർ ഇവിടെ MS535 എന്ന് വന്നു. അത് കഴിഞ്ഞ് അതിന്റെ ആസ്പെക്ട് റേഷ്യോ 4:3 ആണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. തൊട്ട് താഴെ ഡയഗണൽ സൈസ്, സ്ക്രീൻ സൈസ്, നമ്മൾ ഏത് സ്ക്രീൻ സൈസ് ആണ് വേണ്ടത്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ 6:4 സൈസ് ആണ് വേണ്ടതെങ്കിൽ 6:4 വേണ്ടി 84 ഇഞ്ചാണ് 6:4ന്റെ കോർണർ ഡയഗണൽ സൈസ്. 84 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെ ഡിസ്റ്റൻസ് കാണാം. പ്രൊജക്ടർ ടു സ്ക്രീൻ ഡിസ്റ്റൻസ്, പ്രൊജക്ടർ ടു സ്ക്രീൻ ഡിസ്റ്റൻസ് 130.4 ആണ് നിങ്ങൾക്ക് വരുന്നത്. ഈ 130.4ലാണ് നിങ്ങളുടെ പ്രൊജക്ടർ ഡിസ്റ്റൻസ്. 130.4 ഇഞ്ചിലാണ് നിങ്ങളുടെ പ്രൊജക്ടർ MS535 എന്ന് പറയുന്ന മോഡല് 84 ഇഞ്ച് 6:4 കിട്ടാനായിട്ട് വെക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ 130.4 എന്ന് പറയുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഓപ്ഷൻ നമുക്ക് കാണാം. ഇത് നിങ്ങളുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഫ്രണ്ട് വ്യൂവിൽ പിടിച്ചിട്ട് നിങ്ങൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്ക്രീൻ വരും. ആ സ്ക്രീനാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഡയഗ്രാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130.4 മുതൽ 155.9 വരെ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം. അതായത് ഈ പ്രൊജക്ടറിന്റെ മിനിമവും മാക്സിമം ഡിസ്റ്റൻസ് ആണ് ഈ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 130 ഇഞ്ച് മുതൽ, ഞാനതിനെ ഡയഗണൽ ഇതിലേക്ക് കാണിച്ചു തരാം, കുറച്ചും കൂടി വലുതാക്കി കാണിക്കാം. ഇതാണ് സൈസ് വരുന്നത്. നിങ്ങൾക്ക് കാണാം 130.4, ഈ പറയുന്ന 130.4 മുതൽ 155.9 വരെയുള്ള ഡിസ്റ്റൻസ്, ഇതാണ് മിനിമം ഡിസ്റ്റൻസും മാക്സിമം ഡിസ്റ്റൻസും. ഈ 6:4 സൈസ് കിട്ടാൻ 130.4 മുതൽ 155.9 ഇഞ്ച് വരെയുള്ള ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എവിടെയും വെക്കാം. ഇത് പറയുന്നത് പ്രൊജക്ടറിന്റെ ലെൻസിൽ നിന്നും പ്രൊജക്ടറിന്റെ സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. പ്രൊജക്ടറിന്റെ ലെൻസിൽ നിന്നും പ്രൊജക്ടറിന്റെ സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നിങ്ങൾക്ക് 84 ഇഞ്ചിന് പകരം നിങ്ങൾക്ക് വേണ്ടത് 100 ഇഞ്ച് ആണെങ്കിൽ, നേരത്തെ 100 ഇഞ്ച് എന്ന് പറയുന്ന 84 ഇഞ്ച് കൊടുത്ത സ്ഥലത്ത് സ്ക്രീനിന്റെ സൈസിൽ നിങ്ങൾ 100 ഇഞ്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിന്റെ കാൽക്കുലേറ്റർ, അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്ടറിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ക്ലാസ് റൂമിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് റൂമിനെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബെൻക്യൂനുണ്ട്. ബെൻക്യൂ പ്രൊജക്ടർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ വരും. നിങ്ങൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരിക്കലും പ്രൊജക്ടർ ഓൺ ചെയ്തുകൊണ്ട് ഏകദേശം ദൂരം മാർക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യലല്ല ഒരു പ്രൊഫഷണൽ വേ. ഇതാണ് ഒരു പ്രൊഫഷണൽ വേ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. പ്ലീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. പ്രൊജക്ടർ കാൽക്കുലേറ്റർ എടുക്കുക. BenQ പ്രൊജക്ടർ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ടൂൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.